ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ ഒരു കാര്യം കാണിക്കാൻ പോവാണ്. എൻ്റെ ഇതിനകത്തുള്ള ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഫയലിനകത്ത് കുറച്ച് പടങ്ങൾ വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിൽ കാണിക്കാം. ഫസ്റ്റ് തന്നെ ഇതിപ്പോൾ തന്നെ തുറന്നു. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഡ്രോയിങ് ആട്ടോ. അപ്പോൾ അതിൻ്റെ ഡ്രോയിങ് ഞാൻ ഇവിടെ ഫസ്റ്റ് തന്നെ ഇത് കാണിക്കാം. ഇത് വരച്ചിട്ടില്ല, ഇച്ചിരി കൂടെ കളർ കൊടുക്കാനുണ്ട്. എൻ്റെ സ്കെച്ച് കാണുന്നില്ല കേട്ടോ, പുതിയ സ്കെച്ചാണ്, അത് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നമുക്കിനി ഇപ്പുറത്തെ സൈഡിൽ ക്രയോൺ വെച്ചാട്ടോ വരയ്ക്കണ്ട, ക്രയോൺ വെച്ചടിക്കണം. ഞാനത് സ്കെച്ച് വെച്ചപ്പോൾ ഇനി അടുത്തത് ഞാൻ എടുത്തിരിക്കുന്ന ഓക്കെ ഗ്രാനീൻ്റെ ആട്ടോ. ഗ്രാനി ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ദ ലാസ്റ്റ് ഡേ 5. പക്ഷേ ഗൈസ്, ഇതില്ല, ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു. അല്ല, വീഡിയോയിൽ കാണുന്ന തിരിഞ്ഞ. അടുത്തത് ഇത് അയാന ജുബൈലിൻ്റെയും പിന്നെ സരിതേൻ്റെയും. പിന്നെ ഞാൻ വരച്ചത് ഇതാട്ടോ, നമ്മുടെ ഫാൻ മേടിച്ചായിരുന്നു. പിന്നെ വരച്ചത് ഞാനൊരു ഇതാട്ടോ, ട്രെയിൻ. ഞാൻ ഇംഗ്ലീഷിനകത്ത് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ ഇതുപോലത്തെ ഉണ്ടായിരുന്നു. ഈ പിക്ചർ തന്നെ അത് വരച്ചതാണ്. പിന്നെ ഇത് കണ്ടോ, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ചുമ്മാ ബോറടിച്ചപ്പോൾ ഒന്ന് വരച്ചതാട്ടോ. പിന്നെ ഇത് ഏത് പേപ്പറാണെന്നറിയാവോ ഗൈസ്? ഇതെൻ്റെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി ഉള്ള പാർക്ക് വരയ്ക്കാൻ പറഞ്ഞായിരുന്നു, അതാണ്. പക്ഷെ ഞാനൊരു എക്സ്ട്രാ പേപ്പർ എടുത്തായിരുന്നു, അത് ടീച്ചർ കണ്ടില്ല. ഇത് 5ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വെച്ചായിരുന്നു. അത് ഫസ്റ്റ് ഓണ പരീക്ഷയ്ക്ക് വേണ്ടി എടുത്തതാട്ടോ, ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി എടുത്തോണ്ട് വന്നതാണ്. അപ്പം ആ പരീക്ഷ ആ ഷീറ്റ് വരും, ആൻസർ എഴുതാൻ വേണ്ടി. അതിനകത്തുള്ള പാർക്കാട്ടോ, ടീച്ചർ പറഞ്ഞതാണ് പാർക്ക് വരയ്ക്കാൻ. അപ്പം ഞാൻ വരച്ചതാണ്. ഒരു കുളമുണ്ട്, അതിനകത്ത് താറാവുണ്ട്, പിന്നെ ഒരു ഇല പോലത്തെ മറ്റൊരു സംഭവമുണ്ട്, പിന്നെ മരമുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ തത്തയുണ്ട്. പിന്നെ ഇരിക്കാനുള്ള ഇതുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ ഇതെന്തുവാന്ന്. ഇരിക്കാനുള്ള അത് നമ്മൾ ഇരിക്കത്തില്ല, എത്താണല്ലേ. ഇത് ഊഞ്ഞാൽ, ഇത് സ്ലൈഡ്, ഇത് ഇരുന്നിട്ടും ഇങ്ങനെ കറക്കത്തില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടുത്തൊരു താമരയുണ്ട്. പിന്നെ ഇവിടെ 2 പൂമ്പാറ്റിയുണ്ട്. പിന്നെ എന്തുവാ, ഒരു പൂവും ഉണ്ട് കേട്ടോ. പിന്നെ വരച്ചിരിക്കുന്ന ഇതും ആ പേപ്പർ തന്നെയാണ് കേട്ടോ, പരീക്ഷേൻ്റെ. അത് ഇച്ചിരി കീറി എടുത്തിട്ടും ചെയ്ത് ഒരു സംഭവമാണ് കേട്ടോ. ഇത് 2 കണ്ട, ഒന്ന് സൂര്യനൊന്ന് പോകും. അടുത്തത് ഞാൻ വരച്ചിരിക്കുന്ന പാരറ്റ്. ഒരു പാരറ്റിനായിട്ട് ഞാൻ കളറൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ വരച്ചത് ഒരു ഡക്കിനെ കേട്ടോ, ഇവിടെ മഞ്ഞ കളർ. പിന്നെ വരച്ചത് ഈ ഡക്കിനെയാണ്. പിന്നെ വരച്ചത് ഒരു സ്ക്വിറലിനെ ആട്ടോ. പിന്നെ വരച്ചത് എൻ്റെ ഹാൻഡാണ്. ഇത് നേരത്തെ പണ്ടത്തെ 4ാം ക്ലാസ്സിൽ വെച്ച് വരച്ച പടങ്ങളാകേശം. ഇതും 4ാം ക്ലാസ്സിൽ വെച്ച് വരച്ചതാണ്. സ്കൂളിൽ നല്ല വീട്ടിൽ നിന്ന് വരച്ചതാണ്. കണ്ടോ, പിന്നെ ഒരു പെൺകുട്ടി ഇങ്ങനെ അവിടെയാണ് ബസ് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു, എന്തൊക്കെയുണ്ട്. പിന്നെ വരച്ചത് ഞാനൊരു BTSനാട്ടോ. കണ്ടോ, അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത്, ചൂട് ഫാനിട്ടെല്ലാം പറക്കും.
എന്താണെന്ന് വെച്ചാൽ എന്തായിരുന്നു എൻ്റെ ഉമ്മീൻ്റെയും വാപ്പീൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി സുറു അയച്ചതാണ്. ഫസ്റ്റ് ഇത് തുറക്കാം കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഇതാണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് പിടിച്ചിരിക്കുന്ന ഇത് ഒട്ടിയിരിക്കുന്നു കേട്ടോ. എന്തിനാ ഇതാണ് ഇത്. പിന്നെ അതാ ഞാൻ ആലോചിച്ച ഇതിങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും ഇല്ലേ ഇവിടെ സൈഡ് കാണുന്നുണ്ട്. അതാ ഞാൻ നേരത്തെ ഒരു പരീക്ഷിക്കും, ഞാൻ പണ്ട് മറന്നുപോയി. പിന്നെ ഇതാണ്. പിന്നെ ഇതിനകത്ത് എഴുത്തും കുഴുത്തൊക്കെയാണ്. ഒരു പേജ് കൂടി അത് ആ പേജ് വേണ്ടത്. ഇനി അടുത്തത് തുറക്കാം. അധികം അതിനകത്തൊന്ന് കയറ്റി വയ്ക്കട്ടെ. നല്ല പാക്കിംഗ് ഒക്കെ കേട്ടോ. അടുത്തതാണതേ ഇത് എന്തിനാ? ഇത് ആനിവേഴ്സറിക്ക്, ഇത് വെഡ്ഡിങ് ആനിവേഴ്സറി. ഇത് ഉമ്മിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഗൈസ്. ഇത് ബർത്ത്ഡേൻ്റെ ആണത്. ബർത്ത്ഡേന്ന് എഴുതിയിരിക്കുന്ന ഉമ്മീൻ്റെ ബർത്ത്ഡേക്ക് ഇതിനകത്ത് എഴുതിയിരിക്കുന്നുണ്ട് ടു മൈ ഡിയർ ബാബി ബൈ സുറു, ഹാപ്പി ബർത്ത്ഡേ ബാബി. അത് കഴിഞ്ഞു. ഇതിനകത്തുണ്ട് ഓപ്പൺ വിത്ത് യുവർ സ്വീറ്റ് സ്മൈൽ. പിന്നെ വരച്ചിരിക്കുന്നത് ഇതെനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് തന്നത് കേട്ടോ, എൻ്റെ ഇന്നാച്ചി. ഇതിനകത്ത് ഫുള്ള് പടമല്ല, ഇതിനകത്ത് ഫുള്ള് കളറടിച്ച് വെച്ചിരിക്കുക കേട്ടോ. ചിലത് കണ്ടോ. ഇതാണ് ഞാൻ വരച്ചത്, നോക്കി വരച്ചത്. ഇതിനകത്തുള്ള മാത്രമേ ഞാൻ നോക്കി എടുത്തുള്ളൂ, ബാക്കിയുള്ള അയ്യോ ചൂടാണേ. പിന്നെ എനിക്ക് അതൊന്നുമില്ല, അത് കളറിച്ച്. പിന്നെ ഉള്ളത് ഇതാണ്. ഇതെനിക്ക് ബർത്ത്ഡേക്കാണോന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് എനിക്ക് നാച്ചി മേടിച്ചു തന്നെ കേട്ടോ. കണ്ടോ, ഇതിനകത്ത് എനിക്ക് കളർ അടിക്കണമെന്നുണ്ട്, പക്ഷെ കളർ കാണുന്നില്ല. മറ്റേ കളറൊക്കെ ആ സ്കെച്ച് പോയി. ക്രയോൺ തപ്പണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ആ ലവ് ചിഹ്നത്തിൽ എനിക്ക് കളർ അടിക്കാൻ പറ്റിയിരുന്നു. അത് ക്രയോൺ ഇല്ല, സ്കെച്ചുണ്ട്. സ്കെച്ചില്ല. എന്തുവാ, ക്രയോൺ തപ്പിപ്പിടിക്കണം. അടുത്തുള്ള ഇനി ലാസ്റ്റാണ് കേട്ടോ ഗിൽറ്റ്. ഞാൻ ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. തുറന്ന് കാണിക്കണമെന്നുണ്ട്, തുറന്ന് കാണിക്കാൻ വയ്യ. ഇനി ഇവിടെ തുറക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോകും, എന്നിട്ടും ഇവിടെ ഫുള്ളാവും. എന്നെക്കൊണ്ട് വയ്യ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പം ബൈ.